ഹലോ, ഞാൻ വർക്കിലാണേ. അപ്പോൾ ഞങ്ങളുടെ 2025 ഒരു ഡിവൈൻ ട്രിപ്പായിരുന്നു യാദഗിരി ഗുട്ടയിലേത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കുറച്ചുകൂടെ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങിയപ്പം ഏകദേശം 9:30 മണിയായിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശരിക്കും 75 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു അമ്പലത്തിലേക്ക്. ഹൈദരാബാദിൽ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ 66 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ നോർത്ത് സൈഡിലാണല്ലോ, ഹൈദരാബാദ് സിറ്റിയുടെ നോർത്ത് സൈഡിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ 9:30 സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഏകദേശം 11:45 ആയപ്പോഴാണ് ഈ ഒരു അമ്പലത്തിലേക്ക് എത്തിയത്. ഈ അമ്പലത്തിലെ ദർശനം സമയം എന്ന് പറയുന്നത് രാവിലെ 3:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി നരസിംഹസ്വാമിയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ശിവാലയം കൂടെ വരുന്നുണ്ട്. ഈ അമ്പലം എപ്പോഴും ഏകദേശം എല്ലാ സമയത്തും ഓപ്പൺ ആണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ദർശനം എന്ന് പറഞ്ഞിട്ട്, അതായത് VIP ദർശനം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം നമ്മളെ ക്യൂവിൽ പിടിച്ച് നിർത്തും. അപ്പോഴാണ് നമുക്ക് കുറേ നേരം ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പം ആ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. താഴെ തന്നെ പാർക്കിംഗ് തരുന്നുണ്ട്. 50 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രീ ബസ്സസ് അവൈലബിൾ ആണ്. ഈ ബസ് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോണും അങ്ങനത്തെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അത് ഏൽപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് താഴെയും ക്ലോക്ക് റൂംസ് ഉണ്ട്, മുകളിലും ക്ലോക്ക് റൂംസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം എത്തിയാൽ ഉടനെ നമുക്ക് ഈ വെങ്കടേശ്വര അല്ലെങ്കിൽ വിഷ്ണുമൂർത്തിയുടെ അമ്പലത്തിലൊക്കെ ഈ ഒരു നാമം വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 10 രൂപയെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നെറ്റിയിൽ ഇങ്ങനെ നാമങ്ങൾ വെച്ച് തരും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 1-2 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ഞങ്ങളുടെ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പ്രസാദം കൗണ്ടേഴ്സ് ഉണ്ട്. അതായത് പ്രസാദം ഷീറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ അത് വാങ്ങിക്കാനുള്ള ഒരു പ്രസാദം കൗണ്ടറും ഉണ്ട്. ഇതാണ് പ്രസാദത്തിൻ്റെ കൗണ്ടർ കേട്ടോ. ലേഡീസ് ക്യൂ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. പുളിഹോര പ്രസാദം ലഡു പ്രസാദമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രസാദങ്ങൾ. ഇങ്ങനെ നമുക്ക് 40 രൂപ 30 രൂപയൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. ഞങ്ങൾ 4 പുളിഹോരയൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ പുളിഹോര എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് കഴിച്ചാൽ നമുക്ക് ശരിക്കും ലഞ്ച് സഫീഷ്യൻ്റ് ആണ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പ്രസാദത്തിനൊക്കെ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അവിടെ തന്നെ പുളിഹോരയും പ്രസാദങ്ങളൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പല കാഴ്ചകളും കാണാനുണ്ട് കേട്ടോ. ഈ അവർ അച്ചുമൈലാഞ്ചി, അതുപോലെ തന്നെ മോതിരങ്ങളും ചരടുകളും, അതുപോലെ തന്നെ പിന്നെ ഇവിടെ വരുന്നത് പക്ഷിശാസ്ത്രം പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അല്ലാണ്ട് ഹാൻഡ് ബാഗിൻ്റെ വലിയ ഷോപ്പും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്പാണ്. എസ്പെഷ്യലി ലേഡീസിനൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് അധികം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഭക്ഷണശാല എന്ന് പറയുന്നത് താഴെയാണ് കേട്ടോ. അതായത് പിന്നെയും നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരണം. ഇവിടുത്തെ ഭക്ഷണശാലയിൽ നമുക്ക് 1 മണിക്കാണ് ഇവിടുത്തെ ലഞ്ച് വരുന്നത്. പ്രസാദ ഊട്ടെന്ന് പറയുന്ന 1 മണിക്കാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. പക്ഷേ ഇതിപ്പോൾ ഈ അടുത്താണ് ഇവർ റീഇന്നോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. അപ്പം ഇതൊരു ഡെവലപ്പിംഗ് ടെമ്പിളാണ്. ഇത് കണ്ടോ, പക്ഷിശാസ്ത്രക്കാരെയൊക്കെ നമുക്ക് ആ തത്തകളെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളും ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങയുടെ അടുത്തൊക്കെ എത്തി. ഈ പച്ചമാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീണ്ടും ഞങ്ങൾ ബസ് കയറി നമ്മൾ താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി.